ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾക്കിന്നൊരു ചക്കടി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നാളികേരമൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തന്നെയാണ് കുറച്ച് ഗോതമ്പൊടിയും കൂടി ഇട്ട് ഒക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുഴക്കാനായിട്ട് നല്ല സുഖമായിരിക്കുള്ളൂ, ഇത്തിരി വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗോതമ്പൊടി ഇട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി തൂവി കൊടുത്തു. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ പണികളുടെ ഇടയിൽ കൂടി എന്ന് പറഞ്ഞാൽ ചക്കയൊക്കെ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾക്ക് കിട്ടിയത് ചക്ക കിട്ടിയിരുന്നില്ല. കാരണം ആ മാങ്ങ സീസണായിരുന്ന സമയത്ത് മാങ്ങ ഇഷ്ടംപോലെ കിട്ടിയിരുന്നു. അപ്പോൾ ചക്കയെ സമയത്ത് ഞാൻ വിചാരിച്ചു ചക്ക ഇപ്രാവശ്യം കിട്ടണില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ചക്ക കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ ചക്കയൊക്കെ പൊളിച്ച് ചോളയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വേഗം വേവിച്ചൊക്കെ വെച്ച് പിന്നെ അത് ചൂടാറിയതിന് ശേഷമൊക്കെ വേണമല്ലോ കുഴക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചക്കയൊക്കെ ഞാൻ വേഗം രാവിലെ പണിയുടെ ഇടയിൽ കൂടെ തന്നെ കുക്കറിലിട്ട് വിസിൽ ചെയ്യിപ്പിച്ച് പിന്നെ ശർക്കര കുരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അപ്പോൾ ശർക്കരയൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പുറത്ത് വിളി കേട്ടത്. അപ്പോൾ ചേട്ടൻ്റെ മോൻ കറി വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്ന് അപ്പോൾ അവന് കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ എടുത്ത് വെച്ച് അവൻ പോയി. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വേഗം കുഴക്കാനൊക്കെ നിന്ന്. അപ്പോൾ ഞാനിത് കുഴക്കുമ്പോൾ കൊലുസാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കുഴച്ച് സെറ്റ് ചെയ്ത്. അപ്പോൾ ഏട്ടൻ കടയിൽ നിന്ന് 1 മണിയൊക്കെ ആകുമ്പോൾ വരും ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം തന്നെയൊക്കെ ചെയ്ത്. അപ്പോൾ അതിന് ശേഷം ഒക്കെ സെറ്റ് ചെയ്ത് മാവൊക്കെ കുഴച്ച് അതിന് ശേഷം വാഴയിലയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ വാഴയിലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ ഇടയൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് പരത്തി നമ്മളിങ്ങനെ വെച്ച് സെറ്റാക്കുകയാണ്. അപ്പോൾ കുറച്ച് അധികം ടൈം എടുക്കും. അതായത് ചക്കട ആയതുകൊണ്ട് നല്ലോണം വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ 2-3 ട്രിപ്പ് വെച്ചിട്ട് വേണം എന്ന് വെച്ചാൽ പുറത്തേക്ക് എടുത്ത് പിന്നെ അത് ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ. കാരണം ഒറ്റ ട്രിപ്പിന് അങ്ങോട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇഡ്ഡലി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെച്ച് അതിന് ശേഷം ഒന്ന് വെന്ത് പകുതി ഭാഗം വെന്തതിന് ശേഷം വീണ്ടും അതൊന്ന് മറിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു തീയിലിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അധികം ടൈം എടുക്കും, ഒരു 10-20 മിനിറ്റോളം എടുക്കും എന്തായാലും. ചക്കട നന്നല്ല കേട്ടോ, ഗോതമ്പ് ഇട്ടത് എന്താ അട ചെയ്യാലും ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ചക്കട എല്ലാത്തുണ്ട് അടകൾ ഉണ്ടാക്കാറുണ്ട്, കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ചക്കടയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇഡ്ഡലി ചെമ്പിലൊക്കെ വെച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും കറക്റ്റ് ഏട്ടൻ വന്നപ്പോൾ തന്നെ വേഗം വിശക്കണം എന്ന് പറഞ്ഞിട്ടാണ് വേഗം വന്നത്. അപ്പോൾ വന്ന് വേഗം ചോറെടുത്ത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരുമിച്ച് ഉച്ചയ്ക്ക് ഇരിക്കുന്നതാണ്. കാരണം തിങ്കൾ തൊട്ട് ശനി വരെ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഏട്ടൻ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മഞ്ചാടി നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് പോയി. കാരണം അനിയൻ്റെ കൂടെ ചേട്ടൻ്റെ മോനും അനിയനും പിന്നെ വാവയൊക്കെ ഉള്ള നേരം കൊണ്ട് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് മഞ്ചാടി അങ്ങോട്ട് പോയി അനിയൻ്റെ അടുക്ക്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഏട്ടനും ഞാനും കൊലുസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഏട്ടൻ പറഞ്ഞത്. ഏട്ടനെ അപ്പോൾ ഇന്നലത്തെ തലേ ദിവസത്തെ മീൻ കറിയായിരുന്നു, പ്രത്യേകിച്ച് വലിയ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നലത്തെ മീൻ കറിയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെമ്മീനും കടച്ചക്കയും കൂടി ഒന്ന് ഒലത്തി. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് എനിക്ക് അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ചാർ എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോ ചോറിനതിൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്പെഷ്യലായിട്ട് കാണിക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാൻ ഞാൻ സാർ നമ്മൾ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവൻ പറഞ്ഞു എന്നെ കാണില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാനപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ക്യാമറയൊക്കെ തിരിച്ച് വെച്ച് അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കണതിൻ്റെ ചെമ്മീനും പിന്നെ അതുപോലെ കടച്ചക്കയൊക്കെ എടുത്ത് കാണിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ.